ഹലോ ഗൈസ്, ഇപ്പം നമ്മൾ വരിക്കച്ചക്ക മുറിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം, ഇഷ്ടപ്പെടണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീഡിയോയിലേക്ക് പോവുകയാണ്. ഓക്കെ, കത്തി കൊണ്ട് ആദ്യം ചക്കനെ ഇങ്ങനെ മുറിക്കുക. ഇങ്ങനെ 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 ഈ ചക്കൻ്റെ ഇവിടെ ഒരു സാധനം അടിപൊളി. എങ്ങനെയുണ്ട്? അപ്പൊ ഈ ചക്ക നമ്മൾക്ക് കട്ട് ചെയ്ത് അടിപൊളിയാക്കുന്നുണ്ട. സൂപ്പർ ചക്കയാണ്, ടേന്നുണ്ടാവും. ഓക്കെ, നല്ല പഴുത്തുന്നുണ്ട്, നല്ല ടേസ്റ്റുള്ള ചക്കയാണ്. വരിക്കച്ചക്കയുടെ ചുണക്കണക്കിൽ തുടുതുടുത്തൊരു കല്യാണം, തുടുതുടുത്തൊരു കല്യാണി, ഉടകരയിൽ കബടിയാണ് കണ്ടടി മിന്ന. ഒരു പ്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിനെ അതൊക്കെ അടിപൊളിയാക്കാം. ഒരു പ്ലേറ്റ് കിട്ടാൻ എന്താ വഴി? അപ്പോൾ നമുക്ക് ഇതൊക്കെ പീസ് പീസാക്കി നമുക്ക് ചുളയൊക്കെ എടുത്ത് അടിപൊളിയാക്കാം. ഓക്കെ, താങ്ക് യു. ബട്ട് ഫ്രീ ഫ്രീ അടിപൊളി 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 അടിപൊളി. ഇതാ ചന്തിനിക്കടി ചന്താനിക്കടി റോട്ടിലൊരു പാമ്പ്, റോട്ടിലൊരു ഇങ്ങോട്ട് വരരുത്, നമ്മളെ വീഡിയോ എടുക്കുകയാണ്. തന്തനക്കടി തന്താനക്കടി തന്തനക്കടി തന്തന താനനങ്ങടി താണ താനനങ്ങടി താനനങ്ങടി. എന്താ കാണിക്കുക? അല്ല, ഈ കുരുവൊക്കെ നമുക്ക് കറി വയ്ക്കാം, കൂട്ടാൻ വയ്ക്കാം. ഇതാ തൽക്കാലം അറിയിക്കട്ടെ. റോട്ടിലൊരു പാമ്പ്, റോട്ടിലൊരു പാമ്പ്, ചേനയെന്ന തണ്ടനീണ്ട പാമ്പ്, നക്കടി തന്നക്കടി താനനക്കടി താനന. സൂപ്പറായിട്ടുണ്ട്. അടിപൊളി ചക്കയാണ് കേട്ടോ, സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൽ ചക്ക പായസം വെക്കാം, ചക്ക വറ്റലുണ്ടാക്കാം, പിന്നെ ചക്ക അട ഉണ്ടാക്കാം, എല്ലാം ഉണ്ടാക്കാം. സൂപ്പർ സാധനമാണ്, അടിപൊളി അടിപൊളി അടിപൊളി. എന്താ സാധനം, സൂപ്പർ സാധനം. അന്നിലക്കടി തന്താനക്കടി താനക്കടി താനന താനനങ്ങടി താനങ്ങടി താനനങ്ങടി താനന തന്നനങ്ങടി തന്നാനങ്ങടി താനനങ്ങടി താനന താനനങ്ങടി 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 താനന താനനങ്ങടി താനന. അപ്പോൾ എല്ലാവരും ഈ ചക്ക കഴിച്ചിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുക. എല്ലാവരും ചക്ക കഴിക്കണം. ചക്ക പറഞ്ഞാൽ ഒന്നൊന്നര ചക്കയാണ്, ഒന്നൊന്നര ചക്കയാണ്. ഈ കുരു കൊണ്ട് അടിപൊളി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം, കറികൾ ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. ഇതിൽ ചക്ക പായസമൊക്കെ വയ്ക്കാം, സൂപ്പറാണ്. ഈ ചണ്ടികളൊക്കെ ഒന്ന് കളയണം. ഈ മെഡലില്ലേ, മെഡല് പറഞ്ഞാൽ ഈ മറ്റേ മെഡലില്ല, അവാർഡ് കിട്ടുന്ന മെഡലില്ല, ഇത് ഈ മെഡലില്ലേ, ഈ മെഡലൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് സൂപ്പറായി എടുക്കതാ. ഇങ്ങനത്തെ മെഡലൊക്കെ ഇങ്ങനെ കളയും. ഇതൊക്കെ മെഡലാണ് കേട്ടാ. ടോളേ
റൂട്ടിലൊരു പാമ്പ് റൂട്ടിലൊരു പാമ്പ് ചേനയല്ല തണ്ടനല്ല മനുഷ്യൻ തീണ്ട പാമ്പ് ചന്തീണ്ട പാമ്പ് മരക്ക് ചക്കട ചൊള്ള കണക്കിന് തൊടുതൊടുത്തൊരു കല്യാണി തൊടുതൊടുത്തൊരു കല്യാണി. അപ്പോൾ ഈ ചക്ക കാണുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമുണ്ടാകും, കഴിക്കാൻ കൊതി തോന്നുന്നുണ്ടാവും. നിങ്ങളും ചക്ക മേടിച്ച് കഴിച്ചോ കേട്ടോ, അടിപൊളി സാധനമാണ്. ഇതൊക്കെ മരുന്നില്ലാത്ത നല്ല സാധനങ്ങളാണ്. കുരുവൊക്കെ കേട്ടെ, ചുളയൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം ചുളയുണ്ട്, നല്ല വലിയ വലിയ ചുളയുണ്ട്. വലിയ വലിയ ചുളയാണ്, സൂപ്പർ ചുളയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും സാധനം, നല്ല മധുരമുണ്ട് കേട്ടോ, അടിപൊളി സാധനമാണ്. അപ്പം നിങ്ങളും ഇതുപോലെ വരിക്ക ചക്ക മേടിക്കുക. വരിക്ക ചക്കയുടെ ചുള കണക്കിന് തൊടുതൊടുത്തൊരു കല്യാണി തൊടുതൊടുത്തൊരു കല്യാണി കണ്ടടിഞ്ഞ തിന്നായം. കുരുവൊക്കെ അടിപൊളി കുരുവാണ്, വലിയ വലിയ കുരുവാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത യൂട്യൂബർ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, ഒരുപാട് ഒരുപാട് സ്നേഹം. അപ്പം നിങ്ങൾ ചക്ക തിന്നാൻ വരികയാണെങ്കിൽ നേരെ വണ്ടി പിടിച്ച് വന്നോളൂ. എവിടെയാണ് സ്ഥലം പറഞ്ഞുതരാം. എന്താണ് ഏതാണ് എന്താണ് ഏതാണ്. അപ്പോൾ ചക്ക കഴിക്കുന്നവർക്ക് ഇങ്ങോട്ട് വരാം, ഇല്ലെങ്കിൽ അങ്ങോട്ടും വരാം എന്നൊക്കെ ഞാൻ പറയും. സൂപ്പർ സൂപ്പർ ചക്കയാണ്. ഇതാ ക്യാച്ച് ക്യാച്ച് ദാ 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 സൂപ്പർ സാധനം കേട്ടോ, സൂപ്പർ 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 സാധനമാണ്. മാസ് കൊല മാസ് എന്ന് പറയുന്നത് നല്ല സാധനം കേട്ടോ. ഇതൊക്കെ കേരളത്തിൽ മാത്രം നല്ല നല്ല സാധനങ്ങൾ കിട്ടുള്ളൂ, മറ്റുള്ളവരൊന്നും കിട്ടും തോന്നുന്നില്ല. എന്നാലും നല്ല സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ നല്ല സാധനം കഴിക്കും. സൂപ്പർ. ക്യാച്ച് പിടിക്കാൻ പറഞ്ഞാൽ ക്യാച്ച് പിടിക്കാൻ നല്ല ക്യാച്ചാണ്. ഫുട്ബോൾ മറ്റേ ക്രിക്കറ്റ് കളിക്കാൻ പോയി ക്യാച്ച് പിടിക്കാൻ അറിയില്ല. ക്രിക്കറ്റ് കളിക്ക് പോയാലല്ലേ ക്യാച്ച് പിടിക്കാൻ അറിയുള്ളൂ, അല്ലാണ്ട് എന്ത് ക്യാച്ച് പിടിക്കുന്നത്. ഇതാണിപ്പോൾ ിക്കടി സിന്താനക്കടി റോട്ടിലൊരു പാമ്പ് ചേനയല്ല തണ്ടനല്ല മനുഷ്യൻ തീണ്ട പാമ്പ് ചക്കടി ചുള കണക്കിന് തുടി തുടി തുടി. ഇത് മുറിക്കാം അല്ലേ? എന്നാലും ഒരു ചെറിയ പീസ് കൂടി മുറിക്കാം. മുറിക്കാം. ഒന്നും വീഡിയോ ചെയ്യുന്നുണ്ട്. നിന്റെ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ രാവിലെ ഇപ്പൊ തന്നെ പഞ്ചസാരയും ചായപ്പൊടിയും പഠിക്കണം, അതൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പഠിക്കും, ഇവർ എന്തെങ്കിലുമൊക്കെ പറയാൻ പറഞ്ഞിട്ട് പറയണം. നിങ്ങൾ അവിടെ ഉണ്ട് അതുപോലെ വൈകുന്നേരമായ പഞ്ചസാരയില്ല, ചായപ്പൊടിയില്ല, പഠിക്കുന്നില്ല, കളിക്കുകയാണ്, TV കാണുന്നത്, അതാണ് ഇതാണ്. ഇങ്ങനെ ആരും നിങ്ങളവിടെ പറയുന്നുണ്ടാവില്ല.